കോഴിക്കോട്ടെ NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രശംസ അപമാനകരമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥികൾക്ക് അധ്യാപിക നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ഒരധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമന്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസമാണ്. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതൊക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക. മേഘ്നയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും. മേഘ്ന, കഴിഞ്ഞ ദിവസമാണ് അധ്യാപിക ഇത്തരത്തിൽ ഒരു പ്രശംസ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ അത് വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മന്ത്രി തലത്തിൽ വരെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. മന്ത്രി ആർ ബിന്ദു ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്? അതുപോലെ തന്നെ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ഭദ്ര, കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് NIT ക്യാമ്പസ് അടച്ചിട്ടിരിക്കുകയാണ്. അതായത് കോഴിക്കോട് NIT ക്യാമ്പസ് കുറച്ച് ദിവസങ്ങളായി സംഘർഷഭരിതമാണ് എന്ന് തന്നെ വേണം പറയാൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സംഘപരിവാർ അനുകൂല സംഘടനകൾ ഒരു കാവ്യ ഭൂപടം തീർത്തുകൊണ്ട് ക്യാമ്പസിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അതിനെതിരെ മലയാളി വിദ്യാർത്ഥികളടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ക്യാമ്പസ് കൂടുതൽ സംഘർഷഭരിതമാവുകയും ദളിത് വിദ്യാർത്ഥിയടക്കം സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ക്യാമ്പസ് അധികൃതർ നീങ്ങുകയും ചെയ്തത്. ഇതിനുശേഷം ഇവിടുത്തെ ക്യാമ്പസിലെ മലയാളി വിദ്യാർത്ഥികൾക്കടക്കം സംഘപരിവാർ അനുകൂല നടപടികളുമായിട്ട് സംഘപരിവാർ അനുകൂല അഭിപ്രായങ്ങളുമായിട്ട് അധികൃതർ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പരാതിയും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് NIT പ്രൊഫസറായിട്ടുള്ള ഷൈജ ആണ്ടവന്റെ ഒരു ഫേസ്ബുക്ക് കമന്റും വളരെ അധികം വിവാദത്തിലാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിന്ദു മഹാസഭ അനുകൂലമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും വന്ന നാഥുറാം വിനായക് ഗോഡ്സെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെ അനുകൂലിച്ചുകൊണ്ട്, നാഥുറാം വിനായക് ഗോഡ്സെ മഹാനായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. അതിൽ നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചു എന്ന തരത്തിലുള്ള കമന്റ് ആയിരുന്നു ഈ ഷൈജ ആണ്ടവൻ NIT പ്രൊഫസർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ തന്നെ കമന്റ് ആണെന്നും അവരുടെ തന്നെ അഭിപ്രായമാണെന്നും മാധ്യമങ്ങളോട് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതായിരുന്നു വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചത്. അതായത് ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു NIT പ്രൊഫസറാണ്, വിദ്യാർത്ഥികളെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഈ ഒരു തരത്തിലായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നതും ഇങ്ങനൊരു കമന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അഭിപ്രായം എന്ന് പറയുന്നത് നന്ദികേടാണെന്നും അപമാനകരമാണ് എന്ന് തന്നെയാണ് ആർ ബിന്ദു പറയുന്നത്. മാത്രമല്ല, ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ആ അധ്യാപിക തന്നെയാണ് മഹാത്മാഗാന്ധിയെ അടക്കം ചരിത്രത്തെ അടക്കം വളച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇതും അപമാനകരമാണെന്ന് ആർ ബിന്ദു പറയുന്നു. എന്തായാലും ഈ ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് കമന്റിനെതിരെ വിവിധ സംഘടനകളും മറ്റും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ മാത്രമല്ല, ഇന്ന് കലാപാഹനത്തിന് ഷൈജ ആണ്ടവനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിക്കെതിരെ, ഈ അധ്യാപകക്കെതിരെ ഒരു കലാപാഹനത്തിന് കേസെടുത്ത ഒരു സാഹചര്യത്തിൽ അതിൽ ഒരു മന്ത്രിതല ഇടപെടലും ഉണ്ടായിരിക്കുകയാണ്. ആർ ബിന്ദു തന്നെ പ്രതികരിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും NIT ക്യാമ്പസ് നാളെ തുറന്നു പ്രവർത്തിക്കും. കൂടുതൽ സംഘർഷഭരിതമാവാനുള്ള സാധ്യതയും ക്യാമ്പസിലുണ്ട്. ഭദ്ര. ശരി, മേഘ്നയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രശംസ അപമാനകരമെന്നാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അധ്യാപിക നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്നും മന്ത്രി പ്രതികരിച്ചു. അതേസമയം ഈ ക്യാമ്പസ് ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ നിയമപരമായി ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നും മന്ത്രി പ്രതികരിച്ചു.